ഹായ് ലൂട്ടൻസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എടുക്കാനുള്ള ആൾക്കാർ വരുന്നതിന് മുമ്പ് വരാൻ താമസിച്ചുകൊണ്ട് ഞങ്ങളുടെ പതിയെ അരിയൽ തുടങ്ങി. ഇതെന്താന്നല്ലേ, ഇത് തണ്ണിമത്തങ്ങയുടെ തൊണ്ടാണ് കേട്ടോ. തണ്ണിമത്തങ്ങയില്ലേ, അതിൻ്റെ വെള്ളഭാഗമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇത് കൊണ്ട് നമ്മൾ ഇന്നൊരു അച്ചാറിടാൻ പോയി. അടിപൊളിയാണ്, ഞങ്ങൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇത് വേറെ കുറേ ഉപയോഗങ്ങളുണ്ട്. ഇതുകൊണ്ട് തോരൻ ഉണ്ടാക്കാം, പിന്നെ മോര് കറിക്കൊക്കെ ഇടാം അല്ലേ. അത് കുമ്പളങ്ങ പോലെ ഇരിക്കണം ഇത്. അതേപോലെ അതിൻ്റെ ഉപയോഗം അതെന്തൊക്കെ ചെയ്യണം, അതുകൊണ്ട് ഇതിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങളിപ്പോൾ ഇതുകൊണ്ടൊരു അച്ചാറിടാൻ പോയി. അപ്പം നമുക്ക് ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ട് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ സമയം വെറുതെ കളയണില്ല. ഞാനിവിടെ തണ്ണിമത്തങ്ങയുടെ തൊണ്ടരിയണുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിന് വേണ്ട ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ മഹിമ അരിയണുണ്ട്. അപ്പോൾ ഇത് നിസ്സാര സമയം മതിയല്ലേ ഇതിലെ. അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് വല്ല പശുവിന് ആടിന് എന്തിനെങ്കിലുമൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ അവിടെ ഗൗരാമി എന്ന് പറയുന്ന മീനുണ്ട്, അത് തിന്നോളൂ. അതിനൊക്കെ കുശാലാണ്. ഇതേപോലത്തെ സാധനമൊക്കെ ഇട്ട് കൊടുത്ത കോളാണ് ഒരു ദിവസം, ഒന്നല്ല 2 ദിവസം ഉണ്ടാവും അല്ലേ. പിന്നെ അപ്പം നമുക്കിവിടെ അങ്ങനെ കൊടുക്കാൻ ഒന്നുമില്ല, ഒരു മുയല് പോലും ഇല്ല. നമ്മൾ തന്നെ തിന്നേണ്ടി വരും. അത് കാരണം നമ്മൾ അച്ചാറിട്ടേക്കാന്ന് വെച്ചു. അച്ചാറിട്ടാൻ നല്ലതാണ്. ഒരാൾക്കും മനസ്സിലായില്ല ഇന്നതാണ് സംഭവം. തണ്ണിമത്തങ്ങ തൊണ്ടാണെന്ന് ആരും പറയുകയല്ല, ശരിയല്ലേ? പറയത്തില്ല. മാങ്ങ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്, മാങ്ങയാണോ എന്ന് ചോദിച്ച ആൾക്കാർ. അതെ, അവർക്ക് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് അല്ല അതല്ലെന്ന്, ഇനി നമുക്ക് എവിടെയെങ്കിലൊക്കെ പോവണ്ടേ. പുതിയ വണ്ടി എടുത്തിട്ട് ഒരിടത്തും പോയിട്ടില്ല. ഈ ഇത് പ്രാഡോ എടുത്തിട്ട് 10 കിലോമീറ്റർ കൂടുതൽ ഓടിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ പുതിയ വണ്ടി മറ്റേ 12 സീറ്റിന്റെ വണ്ടി എടുത്തിട്ട് ഒരിടത്തും പോയിട്ടില്ല. ഒരു ഗ്യാസ് കുറ്റി ചെറുത് മേടിച്ചിട്ട് ഇനി എവിടെയെങ്കിലും ക്യൂൺസ്റ്റൗൺ എവിടെയെങ്കിലും ഒന്ന് പോകാൻ പോയി. ഇപ്പൊ ഇച്ചിരി ഫ്രീ ആണ്, ഇപ്പൊ കുറച്ച് ഫ്രീ ടൈം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയി പിള്ളേരൊക്കെ. അപ്പൊ ഫുഡൊക്കെ നമ്മൾ വെച്ച് കഴിച്ചായിരിക്കും പോണത്. ഹോട്ടലുകാർക്ക് 5 പൈസ കൊടുക്കൂല. ഇല്ല, അതാണ്. അല്ല, ഹോട്ടലുകാർക്ക് കൊടുക്കും കണ്ടത്. ഓളത്തിനങ്ങ് കീറി നോക്കിയതാണ്. അതെ. പിന്നെ എനിക്ക് കൂടുതലും എനിക്ക് ഭക്ഷണം ശരിയാക്കി കഴിച്ച് അതല്ലേ നമുക്ക് നല്ലത്. അതിന് ഒരു ചെറിയ ഒരു ഗ്യാസ് സിലിണ്ടർ മേടിക്കുക. നമ്മളെ അരിയൊക്കെ ചോറൊക്കെ ഉണ്ടാക്കി എന്തേലും ഒരു ചെറിയ കറി മതിയില്ല. പിന്നെ നമുക്കിത് ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ സൈഡായിട്ട്, അച്ചാറ് അങ്ങനെ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഇനി നമ്മള് 2 ആഴ്ചക്കുള്ളിൽ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുള്ളില് നാട്ടിലത്തെ കുറച്ച് വീഡിയോ ഉണ്ട് കേട്ടോ, അത് ഇടുവേ. അത് ചിലപ്പോഴേ ഇടുള്ളൂ. അതെന്താ? അത് ഗ്യാക് ഫ്രൂട്ടിന്റെ അല്ലേ? ഗ്യാക് ഫ്രൂട്ടിന്റെ വീഡിയോ ഉണ്ട്. പിന്നെ വേറെന്തായിരുന്നു? അത് നോക്കണം. കൊറേ വീഡിയോ ഒക്കെ എടുത്തു, പക്ഷെ തിരക്കായി പോയതുകൊണ്ട് എനിക്ക് അതിലോട്ടൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ജോലി നാട്ടിലും തിരക്കായിരുന്നു. അപ്പൊ എന്നാലും നാട്ടിലെ വിശേഷം നമ്മൾ ഇടണോ. അങ്ങനെ ഇപ്പൊ അതിട്ടില്ലെങ്കിലും നമ്മുടെ ടൂറിന്റെ ഇടും. ടൂർ എന്ന് പറഞ്ഞാൽ ക്യൂൺസ്റ്റൗൺ അല്ലേ? ക്യൂൺസ്റ്റൗൺ ആണ് ഇപ്പം വിചാരിക്കുന്നത്. നമ്മള് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. നമ്മൾ ഓൾറെഡി 2-3 പ്രാവശ്യം പോയിട്ടുണ്ട് ക്യൂൺസ്റ്റൗൺ. അന്ന് നമ്മള് വെറുതെ ഞങ്ങൾ ചുമ്മാ കൂടുതൽ ഇത് എൻജോയ് ചെയ്തൊന്നുമില്ല. നമ്മള് പോയി ഇങ്ങനെ പോന്നു, അത്രേ ഉള്ളൂ. പ്രാവശ്യം എന്തെങ്കിലൊക്കെ അല്ല, അന്ന് ഗൊണ്ടോളൊക്കെ കേറിയായിരുന്നു. കുഞ്ഞുങ്ങളായിട്ട് പോയപ്പോ നമ്മള് കേറിയല്ലോ. അപ്പൊ ഇനിയിപ്പൊ അന്ന് ഇവർക്ക് ഇവിടെ വലിയ ഇതില്ല, സെറ്റ് ആയില്ലായിരുന്നല്ല. ഇപ്പോഴാണൊന്ന് എല്ലാവരും ഒന്ന് ചെറുതായി ഓക്കെ ആയി വരുന്നത്. അപ്പൊ ഇനി പോകുമ്പോ ഒന്നും കൂടെ ഇതായിരിക്കും. അപ്പൊ നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലൊക്കെ സെറ്റാക്കാം അല്ലേ. അപ്പൊ ഓക്കെ, നമുക്കിനി എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ നമ്മളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ കാണിച്ചേ, തണ്ണിമത്തങ്ങയുടെ തൊണ്ട് അരിഞ്ഞത്. പിന്നെ അതിൽ വേണ്ട പച്ചമുളകും വെളുത്തുള്ളി, പിന്നെ കുറച്ച് വേപ്പില, ഇഞ്ചി, കടുക്, മുളക്, കായം, വിനാഗിരി, മഞ്ഞപ്പൊടി, ഉപ്പും. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് ഈ തൊണ്ടിൽ ഇട്ടിട്ട് അതിലോട്ട് എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ അങ്ങോട്ട് പുരട്ടി എണ്ണയിൽ വാട്ടിയെടുക്കുക ആദ്യം.
കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വാട്ടിയെടുത്ത നല്ല ഇതായിരിക്കുമല്ല. എന്തായിരിക്കും ടേസ്റ്റ് അല്ല, വെള്ളമയം കുറച്ച് കുറഞ്ഞു കിട്ടുമല്ല. മനസ്സിലായി? ഇതില് വെള്ളം വാട്ടർ കണ്ടന്റ് കൂടുതലല്ലേ ഇതിന്. അപ്പൊ അതിന് വേണ്ടിട്ടാണ്. അങ്ങനെ വാട്ടണമൊന്നുമില്ല. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോ ഡയറക്റ്റ് വാട്ടിയില്ല. ഇപ്പൊ അന്നമ്മ ചേർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇല്ല മറ്റേ അമ്മമ്മയുടെ, അത് കണ്ടപ്പോ അതിങ്ങനെ വാട്ടിയെടുക്കണ്ട. അപ്പൊ ഞാനോട് തിന്നാ ഞാനും വാട്ടിയിട്ടാ. ഇത് മിക്സ് ചെയ്ത് ഇനി തിരിച്ച് നമ്മുടെ ബൗളിലോട്ട് തന്നെ ഇടാം. എന്നിട്ട് എണ്ണ ചൂടാക്കിയിട്ട് നമുക്കിതിട്ട് വാട്ടാം. കഴിയണോന്നൂടെ പാപ്പ? എന്തിന് തുടച്ചാ മതി. പേപ്പർ നമുക്ക് തുടയ്ക്കാം. വെള്ളമയം ഇല്ലല്ലോ. തണ്ണിമത്തങ്ങയൊക്കെ 2 ദിവസമായി തൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. 10 കിലോത്തിന്റെ തണ്ണിമത്തങ്ങ. അതേ തണ്ണിമത്തങ്ങക്ക് ഇവിടെ $7 അല്ലെ $8 ഒരു കിലോത്തിന്റെ വില. ഇപ്പൊ സീസൺ ആയതുകൊണ്ട് $2 ഒരു കിലോത്തിന്. അപ്പൊ ഞങ്ങളൊരു തണ്ണിമത്തങ്ങ എടുത്തത് 9.9. 10 കിലോത്തിന് 100 ഗ്രാം കുറവായിരുന്നു. $20 അടുത്തേ ആയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എടുത്താണ്. അപ്പൊ തൊണ്ടും കുറെ കിട്ടി. തണ്ണിമത്തങ്ങ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്. അതെ. അപ്പൊ നമുക്കിനി എണ്ണ ചൂടാക്കിയിട്ട് ഇവനെ വാട്ടിയെടുക്കാം. ഓക്കെ. നമുക്ക് വേറൊരു കാര്യമുണ്ട്. നമുക്ക് ആദ്യം തണ്ണിമത്തന്റെ തൊണ്ടല്ലേ ഇടണത് കേട്ടോ വാട്ടാൻ. നമ്മള് മറ്റേ ഇഞ്ചിയും വെള്ളുള്ളിയും പച്ചമുളകും വാട്ടിയിട്ട് അത് മാറ്റി വെക്കും. അങ്ങനെയാണ് അവര് ചെയ്തത്. നമുക്ക് തിരിച്ചു ചെയ്യാം അല്ലേ? കടുകൊക്കെ പൊട്ടിക്കണ്ടായിരുന്നു. അതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് അങ്ങനെ ഇടല്ലേ. എല്ലാം കൂടെ ഒപ്പം ഇട്ടാ ചിലപ്പോ വെള്ളം ഇതായിപ്പോ. അപ്പൊ നമുക്ക് കുറേശ്ശെ ഇടാം അല്ലേ? എണ്ണ ചൂടായി കഴിഞ്ഞിട്ടില്ല. കുഴപ്പമില്ലല്ലേ? വെള്ളം മയം അധികം ഇല്ല. നമുക്കിടാം. വെള്ളമയം ഇല്ലല്ലോ ഇതിനകത്ത് അല്ലേ? അപ്പൊ ഒന്ന് വാടി കിട്ടിയാ മതി. മാങ്ങ അരിഞ്ഞിട്ടേക്കണ പോലെ കാണുമ്പോ മഞ്ഞൾ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു പണി ചെയ്യാം. ഇതിനകത്തിരുന്ന് ഇത് വാട്ടിയിട്ട് നമുക്ക് വേറെ ഒരു പാനില് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇല്ലേ, അത് വാട്ടി നമുക്ക് ഇതിലോട്ട് ഇട്ടാലും മതിയല്ലേ. അങ്ങനെ സെറ്റ് ചെയ്യാം. അത് ഇങ്ങനെ വാട്ടിയെടുക്കണതിന് വേറൊരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പച്ച ചുവയില്ലേ, അതും കൂടെ മാറിക്കിട്ടും. അപ്പോൾ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുമ്പോൾ നല്ല ഒരു ഇതാണ്. കുറച്ച് വേപ്പില ഇതിലോട്ട് ഇട്ട് കൊടുക്കും. അതിൻ്റെ വേപ്പിലയുടെ ഫ്ലേവറും കൂടെ അങ്ങോട്ട് പിടിച്ചു കൊടുക്കും. ടേസ്റ്റ് കൊണ്ടും അറിയത്തില്ലല്ലോ അല്ലേ? മനസ്സിലാവൂല തണ്ണിമത്തന്റെ തൊണ്ടാണെന്ന്. അത് വേറെ കാര്യമാണ്. നമ്മള് പച്ചക്കിടിയാണെ പിന്നെയും അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. ഇതിങ്ങനെ വാട്ടിയിട്ടാ ഒരു പിടുത്തം കിട്ടൂല. അപ്പൊ നമ്മൾ ഇത് ഏകദേശം ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്, വാടിയിട്ടുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇനി നമുക്ക് മസാലയൊക്കെ വേറൊരു പാത്രത്തിൽ അച്ചാറിൻ്റെ ഇതൊക്കെ വാട്ടി ഇതിലോട്ട് ഇട്ടിട്ട് ഒന്നും കൂടെ നമുക്ക് വേവിച്ചെടുക്കുമ്പോൾ എല്ലാം റെഡിയായി. ഓക്കെ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണ തിളച്ചിട്ടുണ്ട്. കുറച്ച് ഉലുവ, മാറ്റിക്കോട്ടോ. ഷട്ടില് വീഴരുത്. ഷട്ടില് വീഴില്ല. ഇത് നമുക്ക് അതിലോട്ട് ഇഞ്ചിയും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഏപ്രിലിടണ്ടായിരുന്നല്ലേ? ഇത് എന്ത് ഏപ്രിലല്ലേ കിടക്കണേ? ഇഞ്ചി ആദ്യം നന്നായിട്ടൊന്ന് വാടും. ഇതിപ്പോ വെളുത്തുള്ളി ഇത്
മഹിമയാണ് ആദ്യം വെളുത്തുള്ളി അരിഞ്ഞു തുടങ്ങി. അവൾ ഇങ്ങനെയാണ് അരിഞ്ഞത്. ഞാൻ അരിഞ്ഞപ്പോ ഇങ്ങനെ അരിഞ്ഞു. അതാണ് രണ്ടുപേരും കാണാതെയാണ് അരിഞ്ഞത്. അതാണ് രണ്ടുപേരും പോലെ ഉണ്ട്. അതെ അരച്ചില്. മാസിയൊക്കെ വരാൻ തുടങ്ങി. അതെ. ഈ പച്ചമുളകിലൊക്കെ നല്ല ഫ്രോസൺ ആയിരുന്നു. അപ്പൊ അതിലൊക്കെ വെള്ളമയം ഉണ്ട്. അതൊക്കെ നന്നായിട്ട് പോകണം, അല്ലെങ്കിൽ അച്ചാറ് മോശമായി പോകും. ഇങ്ങനെ നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇപ്പൊ വെള്ളമയമൊക്കെ പോയിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി ഈ പാത്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്നാവുകയും, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഈ പൊടി ഇട്ട് കൊടുക്കുക അല്ലേ. നമ്മൾ സാമ്പാർ പൗഡർ അങ്ങനത്തെ സാധനമൊന്നുമില്ല. വെറും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കായും. സാമ്പാർ പൗഡറാ? അല്ല സോറി, അച്ചാർ പൗഡർ. സാമ്പാർ ഇവിടെ സാമ്പാർ ആരാ ഉണ്ടാക്കണേ? അല്ല ഇഞ്ചിക്കറിയുടെ മണമനെ. നമുക്കൊരിക്കൽ ഇഞ്ചിക്കറി ഉണ്ടാക്കണം കേട്ടോപ്പാ. ഇഞ്ചി അച്ചാർ. ഇഞ്ചി അച്ചാറും വെളുത്തുള്ളി അച്ചാറൊക്കെയാണ് ശരീരത്തിന്. അല്ല അത് വിനാഗിരി ഇടാണ്ടിരുന്നാൽ മതിയല്ല. മുളക് പൊടി ഇത് കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഇടണം. മതിയല്ല. ഇതങ്ങൾ നന്നായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് മുരിയട്ടെ. വേണ്ട വേണ്ട വേണ്ട. എന്താ ഇത് കണ്ടില്ലേ? അപ്പം ഇതിൻ്റെ മസാല ദേ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് തണ്ണിമത്തങ്ങയുടെ ഉരുളി എടുത്തുകൊണ്ട് വരാം. ഇതൊന്ന് ചൂടാകട്ടെ. അപ്പം ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം, വാട്ടി വെച്ചാൽ. ഇനി ഇതിന് ഈ തണ്ണിമത്തങ്ങയുടെ തൊണ്ടിനൊരു ലേശം പോലും പുളിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വിനാഗിരി ഇതിലോട്ടൊഴിച്ച് കലക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് വേസ്റ്റ് ആകിയില്ല. പുളി നോക്കിയിട്ട് വിനാഗിരി ഒഴിക്കാവുള്ളൂ, വേണമെങ്കിൽ. കേട്ടോ? ഇനി ആരാ ഈ കളറും കൂടെ വന്നു കഴിയുമ്പോൾ ആരെങ്കിലും പറയുമോ തണ്ണിമത്തങ്ങ? ഇനി നമുക്ക് കുറച്ച് കായപ്പൊടിയാണ്. സാമ്പാറിനും അച്ചാറിനൊക്കെ കായപ്പൊടി ഇല്ലെങ്കിൽ എന്തിനോട്. ഇതൊക്കെ ഇതല്ല ശരിക്കും മറ്റേ കട്ടക്കായം വേണം അല്ലേ? മതി. ഈ അച്ചാറൊക്കെ ഇട്ട് കഴിയുമ്പോൾ തുറന്നിരുന്ന് തന്നെ അത് ആറണം. അല്ലാണ്ട് ശരിയായി കഴിയുമ്പോൾ അടപ്പിട്ട് വെക്കരുത്. അടപ്പിട്ട് വെച്ചാൽ വെള്ളമായി അത് പെട്ടെന്ന് മോശം. അച്ചാർ റെഡിയായി. നമ്മളത് ആറിക്കഴിഞ്ഞ് കുപ്പിയിലാക്കി നേരെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കും. നമുക്ക് 1 വർഷം വരെ ഉണ്ടാവും. നമ്മളന്ന് ഫ്രിഡ്ജിലുള്ള അച്ചാറ് കുറെ ഐറ്റംസ് ഉണ്ടെന്ന് നമ്മൾ കാണിച്ചായിരുന്നു. അത് ഇല്ല. ഉണ്ടാക്കണം. ഇതുണ്ട്. ഇതെല്ലാം അച്ചാർ. ഉടമ്പുളി വരെ ഇട്ട് അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. കുടംപുളി, അത് നാരങ്ങ, മാങ്ങ, ഇരുമ്പുളി. ആ ബാക്കിയിരിക്കണ എന്നതാ? അത് മാനച്ചാറ്. ഇനി ഉണ്ടോ അതിന്റെ അകത്ത്? കുറച്ചുണ്ട്. ഇത് ഇരുമ്പുളി, ഇത് നാരങ്ങ. പിന്നെ വേറെ ഏതാണ്ട് മറന്നു പോയത്. ആപ്പിള് കഴിഞ്ഞ ദിവസം ഇട്ടത്. ശരിയാണ്. അപ്പൊ ഇനിയിപ്പോ ഒരൈറ്റവും കൂടെ കയറുമല്ലോ ഇതിലോട്ട്. ഇനിയിപ്പോ തണ്ണിമത്തങ്ങയുടെ തൊണ്ടും കൂടെ കയറും. നമ്മള് വല്ലപ്പോഴും കുറേശ്ശെ എടുക്കുള്ളൂ. പിന്നെ ആരെങ്കിലും വരുമ്പോ അവർക്ക് കൊടുക്കും. ഒന്നും വെച്ചിട്ട് ആരും വരണ്ട. അച്ചാറ് കൊതിച്ചികൾ ഇവിടെ ഉണ്ടല്ലോ. കണ്ടാ, നമ്മുടെ തണ്ണിമത്തങ്ങ അച്ചാറാണ്.
തണ്ണിമത്തങ്ങ തൊണ്ടച്ചാർ. തണ്ണിമത്തങ്ങയുടെ മറ്റേ വെള്ള കാമ്പ് തൊണ്ട് തൊലി എത്തിക്കളഞ്ഞിട്ടുള്ളത്, തൊലിയും ചെത്തിക്കളഞ്ഞ് ഉള്ളിലത്തെ വെള്ളക്കാമ്പ്. ഇത് മാത്രം എടുത്തിട്ട് ആ തൊണ്ടിന്റെ അടിപൊളിയാണ്. ഞാനിപ്പോ നോക്കി എന്താന്ന് പറഞ്ഞാൽ നമ്മളത് വെറുതെ വേസ്റ്റ് ആയിട്ട് കളയണ സംഭവമാണ്. അതിട്ട് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതേ നമ്മുടെ ക്യാമറമാന് കൊടുക്കാച്ചു ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണത് ഞാൻ ടേസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല. അപ്പൊ മഹിമേനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യും. ഇന്ന് വേറെ ആരും അവൈലബിൾ അല്ല, അവർക്ക് ഭാഗ്യമുണ്ടല്ലേ ടേസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ. അതെ, നിനക്കാണ്. അപ്പൊ ഓക്കെ, അല്ല നല്ല സംഭവമാണ്. ഞാൻ നോക്കി, ഇനി നീ എങ്ങനെയാണെന്ന് നോക്ക്. ഓക്കെ, വാ ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് വാ, ടേസ്റ്റ് ചെയ്യാൻ തരാം. അപ്പതേ നമ്മളൊരു 2 കഷ്ണം മഹിമയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ. ഇതെല്ലാം ഇനി ആറിക്കഴിഞ്ഞ് കുപ്പിയിലോട്ട് മാറ്റിയിട്ട് ഒരു പരിപാടി ഉണ്ട്. ഒരു എല്ലാ എണ്ണയും മാറ്റിട്ട്, എണ്ണ കൂടുതൽ ഇടിയല്ല കേട്ടോ. ലാസ്റ്റ് കുറച്ച് ചൂട് ചോറൊക്കെ ഇട്ടിട്ടേ അമ്മ അടിപൊളിയായിരിക്കും. പോരെ, ഞാനത് ടേസ്റ്റ് നോക്കാൻ മതിയല്ലോ. ബാക്കി നമുക്ക് ഉച്ചക്ക് ചോറിന്റെ കൂടെ കഴിക്കുകയും ചെയ്യാലോ. അത് നോക്കിയേ. എടുത്തു നോക്കിയേ, സത്യസന്ധമായിട്ട് പറയണോട്ടാ. അതായത് നമ്മൾ വെറുതെ വേസ്റ്റ് ആയിട്ട് പോണ ഇത്, അല്ലാണ്ട് നമ്മൾ പൈസ കൊടുത്ത് ഇതല്ലല്ല കളയാൻ വെച്ച കളയണ സംഭവം. നോക്ക്, ഇനിയൊരു കാര്യം പറ്റാ, അവള് നേരത്തെ ഒന്ന് ടേസ്റ്റ് നോക്കിയായിരുന്നു കേട്ടാ. അല്ല പറഞ്ഞേ, ഇതിപ്പോ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ ഇങ്ങനെ എടുക്കണമല്ല. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? പറയണ്ടി. ഓക്കെ, പുളി വേണമെങ്കിൽ പുളി വിനാഗിരി അല്ലേ? വിനാഗിരി നമ്മള് കുറച്ചൊഴിക്കണം, നമുക്ക് അത്രയും നല്ലത്. വിനാഗിരിയാണ് അച്ചാറിലെ ഏറ്റവും ഡേഞ്ചറസ് സാധനം, മനസ്സിലായോ? അങ്ങനെ കഴിക്കണ്ട, അതാണ് കേട്. നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അപ്പൊ ഓക്കെ, നമ്മുടെ തണ്ണിമത്തങ്ങ അച്ചാർ ഇവിടെ എല്ലാം സെറ്റായി. ടേസ്റ്റ് നോക്കി അടിപൊളി. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതെ, സമയമുള്ളവര്, ഇഷ്ടമുള്ളവര്, പിക്കിളൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവരും കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ അത് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? ഓക്കെ.